125 മനുഷ്യരെ കൊന്ന രുദ്രപ്രയാഗിലെ നരഭോജി പുലിയുടെ കഥയാണിത്. സാധാരണ നരഭോജി കടുവകളാണ് കൂടുതലും അപകടകാരിയായി മാറുന്നത്. കാരണം കടുവയ്ക്ക് രാവെന്നോ പകലെന്നോ വ്യത്യാസം കാണില്ല. അതിനാൽ തന്നെ പൊതുവെ പറയുന്നത് കടുവയാണ് കൂടുതൽ അപകടകാരി എന്നാണ്. എന്നാൽ അതുപോലെ തന്നെ അപകടകാരിയാണ് നരഭോജി പുലിയും. കാരണം നരഭോജി പുലിക്ക് സാധാരണ മനുഷ്യനെ അത്ര പേടി കാണില്ല. കാരണം നരനായാട്ട് തുടങ്ങിയ ശേഷം പുലിക്ക് മനസ്സിലായി കാണും മനുഷ്യൻ വെറും നിസ്സാരനാണെന്ന്. അതുമാത്രമല്ല, മറ്റു മൃഗങ്ങളെക്കാൾ എളുപ്പത്തിൽ മനുഷ്യനെ പിടിക്കാൻ കഴിയും എന്ന് അവയ്ക്ക് മനസ്സിലായി. അത് അവയ്ക്ക് കൂടുതൽ ധൈര്യവും നൽകി കാണും. ഒരാൾ തടികൾ ശേഖരിക്കാനായി കാട്ടിൽ കയറിയതാണ്. അയാൾ അറിയാതെ അയാളെ പിന്തുടർന്ന് ഒരു വന്യമൃഗം പോകുന്നുണ്ടായിരുന്നു. രാത്രി അയാളെ കാണാത്തതിനാൽ വീട്ടുകാരൊക്കെ വളരെയധികം ഭയപ്പെട്ടു. രാത്രിയിൽ കടുവയുടെ ശബ്ദം കാട്ടിൽ നിന്നും കേട്ടതിനാൽ ആരും തന്നെ കാട്ടിലേക്ക് പോകാൻ ധൈര്യപ്പെട്ടില്ല. അടുത്ത ദിവസം രാവിലെയാകട്ടെ എന്ന് അവർ കരുതി. പിറ്റേന്ന് പ്രഭാതത്തിൽ ആകാശത്ത് കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നത് അവർ കണ്ടു. അവയ്ക്ക് ഒരു ഇര കിട്ടിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത് ചെന്ന് അന്വേഷിച്ചപ്പോൾ കാണാതായ ആളിൻ്റെ ശരീരഭാഗങ്ങൾ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. നരഭോജിയായ പുലിക്ക് മനുഷ്യരെ ഒന്നും പേടിയില്ല. രാത്രി ആൾക്കൂട്ടത്തിന് നടുവിൽ കിടക്കുന്ന ആളെപ്പോലും അത് ആക്രമിക്കും. ശബ്ദം കേട്ട് ആളുകൾ ഉണർന്നാലും അത് ഭയപ്പെടാതെ തൻ്റെ ഇരയെയും കൊണ്ട് പോകും. മനുഷ്യൻ താമസിക്കുന്ന ഓലമേഞ്ഞ കുടിലുകൾ തകർത്ത് അവൻ അകത്ത് കയറി മനുഷ്യവേട്ട നടത്താനുള്ള ധൈര്യവും കാണിക്കാറുണ്ട്. 2 ദിവസം കൂടുമ്പോൾ ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനെയോ കുട്ടിയോ അത് ആഹാരമാക്കി പോന്നു. ഗ്രാമത്തിലെ ആരും തന്നെ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാറായി. അത്യാവശ്യ കാര്യമാണെങ്കിൽ കൂട്ടമായി മാത്രം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും. ചെറിയ തടിയും മഴവുമൊക്കെ കൊണ്ട് അവർ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഈ നരഭോജി പുലിയുടെ മുന്നിൽ ഈ ആയുധങ്ങളൊക്കെ ഒന്നുമല്ല എന്ന് അവർക്കറിയാം. പക്ഷേ മറ്റൊന്നും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഈ ആയുധം കാരണം ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. രാത്രി എൻ്റെ ക്യാമ്പിൽ നിൽക്കുന്ന സമയം ഒരാൾ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ പുലി ആക്രമിച്ചതായി അവർ പറഞ്ഞു. രാത്രി പെൺകുട്ടി കുടിലിനകത്ത് കിടക്കുകയായിരുന്നു. പുറത്ത് 4-5 പേർ സംസാരിച്ചു കൊണ്ടിരുന്നു. വേറൊരാൾ ഒരു മഴു കയ്യിൽ വച്ചിരുന്നു. ആ ഗ്രാമത്തിൽ അത് സാധാരണമാണ്. എപ്പോൾ വേണമെങ്കിലും പുലിയുടെ ആക്രമണം അവരൊക്കെ പ്രതീക്ഷിച്ചിരിപ്പാണ്. പെട്ടെന്ന് ഇരുട്ടിലൂടെ ഒരു പുലി കടന്നു വന്നു. കൂടിയിരുന്ന ആളുകളെ മറികടന്ന് അത് പെൺകുട്ടിയുടെ നേർക്ക് ചാടി വീണു. ആ കുട്ടിയെ കടിച്ചെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാനൊരുങ്ങി. പെട്ടെന്ന് മഴുവുമായി നിന്നയാൾ ഓടി വന്നു. തൻ്റെ മഴ കൊണ്ട് അയാൾ പുലിക്ക് നേരെ ചാടി വെട്ടി. ചെറിയ ആയുധമായിരുന്നെങ്കിലും അത് കാരണം പുലിക്ക് മുറിവ് പറ്റിയിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞ പുലി സ്ത്രീയെ ഉപേക്ഷിച്ച് അലറിക്കൊണ്ട് കാട്ടിലേക്ക് മറഞ്ഞു. ഉടൻ തന്നെ ഞാൻ സംഭവ സ്ഥലത്തേക്ക് പോയി. അവിടമാകെ പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി. പുലിയുടെ നഖം കൊണ്ട് പോറിൽ വീണ വാതിൽ കാണാം. പുലി അകത്ത് കടന്ന ലക്ഷണങ്ങളും കാണാം. പെൺകുട്ടിയുടെ കഴുത്തിലാണ് പുലി കടിച്ചത്. അതിനാൽ തന്നെ രക്തം ധാരാളമായി പോയിട്ടുണ്ട്. കൂടാതെ മഴ കൊണ്ട് ആക്രമിച്ചപ്പോൾ പുലിയുടെ ദേഹത്തിൽ നിന്ന് വീണ ചോരപ്പാടും കാണാം. പെൺകുട്ടിയെ ആശുപത്രിയിൽ ഹാജരാക്കി. വലിയ ഗുരുതരമല്ലായിരുന്നു അവൾക്ക്. പിന്നീട് മരുന്ന് വെച്ച് കിട്ടി. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ സുഖപ്പെട്ടതായി എനിക്ക് അറിയിപ്പ് കിട്ടി. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം നരഭോജി മൃഗത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് വലിയ ഭാഗ്യമാണ്. ലോകത്തിലെ തന്നെ മറ്റു പല നരഭോജികളെക്കാളും ചർച്ചയായൊരു പുലിയാണിത്. ഈ പുലിയേക്കാൾ കൂടുതൽ മനുഷ്യരെ കൊന്ന നരഭോജികൾ വേറെയുണ്ടെങ്കിലും രുദ്രപ്രയാഗിലെ നരഭോജി അവൻ്റെ ആക്രമണ രീതിയിൽ വേറിട്ട് നിൽക്കുന്നു. രുദ്രപ്രയാഗ് മാത്രമല്ല, സമീപ പ്രദേശങ്ങൾ പോലും പേടിച്ചു കഴിഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. ഏത് രാത്രിയിലും ഇരുട്ടിൻ്റെ മറപറ്റി അവൻ വരാം. കോർബറ്റിൻ്റെ നിഗമനത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ നരഭോജികൾ കാണപ്പെടുന്നത് ഹിമാലയൻ മേഖലകളിലാണെന്നാണ്. അതിന് കാരണമുണ്ട്. ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ ശരീരം നദീതീരത്ത് ദഹിപ്പിച്ച ശേഷം ദൂരെ മലമുടക്കുകൾ ഉപേക്ഷിക്കും. പുലികളും മറ്റും അത് ഭക്ഷിച്ച് നരമാംസത്തോട് പ്രിയം തോന്നും. പിന്നീട് മൃതശരീരം കിട്ടാതാകുമ്പോൾ അവ കാടിറങ്ങി ഗ്രാമത്തിലെത്തി മനുഷ്യരെ ഭക്ഷിക്കും. അങ്ങനെയാണ് ഹിമാലയൻ മലയോര മേഖലകളിൽ നരഭോജികൾ ഉടലെടുക്കുന്നത്. സാധാരണ പുലികളെ പോലെ രാത്രിയിൽ മാത്രമല്ല പകൽ വെളിച്ചത്തിലും ഈ നരഭോജി പുലി മനുഷ്യരെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ചിരുന്നു. ശ്രമത്തിനു ശേഷം ഇരുട്ടിൻ്റെ മറപറ്റി ആളൊഴിഞ്ഞ ഗ്രാമവേദികളിലൂടെ കുടിലുകൾക്കുള്ളിൽ കടന്ന് ഗ്രാമീണർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് അവരെ വലിച്ചിഴച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷിച്ചിരുന്ന നരഭോജി പുലിയാണിത്. വേട്ടക്കാർ നടത്തിയ പല ശ്രമങ്ങളും വിഫലമായി മാറി.
നരഭോജിയെ ആ പുലി നടത്തിയ മനുഷ്യവേട്ടയും വേട്ടക്കാർ പുലിയെ പിടിക്കാനായി നടത്തിയ സാഹസിക വേട്ടയുമാണ് ഇന്നത്തെ കഥയിൽ. പൂർണ്ണ ചന്ദ്രശോഭയുള്ള ഒരു രാത്രി. ചീവീടുകളുടെ ശബ്ദം എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. ഹിമാലയൻ മലനിരകൾക്ക് മുകളിൽ ചന്ദ്രൻ പൂർണ്ണ ശോഭയോടെ നിൽക്കുന്നു. അത് ഭൂമിയിലേക്ക് പതുക്കുകയാണെന്ന് തോന്നും. കുറച്ച് ആളുകൾ കൂട്ടമായി നടന്നു പോകുന്നത് കാണാം. അടുത്ത് കണ്ട ഒരു കടയുടെ മുന്നിൽ അവർ നിന്നു. ഹിമാലയത്തിലേക്ക് പോകുന്ന തീർത്ഥാടക സംഘമായിരുന്നു അത്. അടുത്ത് കണ്ട കടയുടമയോട് അവർ അന്ന് രാത്രി തങ്ങാനായി സ്ഥലം തരണമെന്ന് പറഞ്ഞു. എന്നാൽ കടയ്ക്കകത്ത് ഒരു ചെറിയ മുറി മാത്രമാണ് ഉള്ളതെന്നും അതിനാൽ താമസത്തിനായി മറ്റൊരു സ്ഥലം കണ്ടെത്തണമെന്നും കടയുടമ പറഞ്ഞു. എന്നാൽ സ്ത്രീകളും കുട്ടികളും കൂടെയുള്ളതിനാൽ രാത്രി അവരെയും കൊണ്ട് മറ്റൊരു സ്ഥലം തേടി പോകാൻ കഴിയാത്തതിനാൽ കടയിലെ മുറി സ്ത്രീകൾക്ക് കൊടുക്കണമെന്നും പുറത്ത് കടയോട് ചേർന്ന് തങ്ങൾ കിടന്നുകൊള്ളാമെന്നും അവർ പറഞ്ഞു. എന്നാൽ ഈ പ്രദേശങ്ങൾ ഇപ്പോൾ ഒരു നരഭോജി പുലിയുടെ ഭീഷണിയിലാണെന്നും ഇതിനോടകം തന്നെ ധാരാളം പേരെ അവൻ കൊന്നുകഴിഞ്ഞെന്നും അവർ പറഞ്ഞു. അതിനാൽ പുറത്ത് കിടക്കുന്നത് അപകടമാണ്. സംഘത്തിലെ ഒരാൾ പറഞ്ഞു, അങ്ങനെ ഒരു നരഭോജി പുലി വരികയാണെങ്കിൽ അതിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങളാരും പേടിക്കണ്ട. ഇത് കേട്ടതോടെ ധൈര്യമെന്ന ആളുകൾ പുറത്തിടക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ പുലിയെ വകവരുത്താമെന്ന് പറഞ്ഞ ആൾ കൂട്ടത്തിന് ഒത്ത നടുക്കായി സുരക്ഷിതനായി കിടന്നു. യാത്രാക്ഷീണമുള്ളതിനാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ഉറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവർക്ക് നടുവിലായി കിടന്ന ആളിനെ കാണാനില്ലെന്ന് അവർക്ക് മനസ്സിലായി. അയാളുടെ പുതപ്പിൽ ചോരപ്പാടുകൾ കണ്ടതിനാൽ എല്ലാവരും പരിഭ്രാന്തിയായി. കുറച്ചു ദൂരെ തിരച്ചിൽ നടത്തിയപ്പോൾ പുലി ഭക്ഷിച്ച അയാളുടെ പാതി ശരീരം അവർ കണ്ടെത്തി. അളകനന്ദ നദിയുടെ തീരത്തായി ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. ചുറ്റുമുള്ള പല ഗ്രാമങ്ങളും നരഭോജിയെ ഭയന്ന് അവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് പോയെങ്കിലും ആ സ്ത്രീക്ക് പോകാൻ മറ്റു സ്ഥലങ്ങൾ ഇല്ലാത്തതിനാൽ ആ കുഴിൽ തന്നെ അവർ താമസിച്ചു പോന്നു. നേരം പാതിരാത്രിയോടടുത്തു. കുടലിൽ നിന്നും കുറച്ചു മാറി ചെറിയൊരു ശബ്ദം ആ സ്ത്രീ കേട്ടു. പുലിയുടെ കാരണക്കമാണ് അതെന്ന് അവർക്ക് മനസ്സിലായി. ഏത് നിമിഷവും പുലി തൻ്റെ കൂട്ടിലേക്ക് ചാടി വീഴും എന്ന് തിരിച്ചറിഞ്ഞ അവർ തൻ്റെ തലയിണയിൽ കഴിയെ സൂക്ഷിച്ചിരുന്ന ചെറിയൊരു കത്തി പുറത്തേക്കെടുത്തു. പെട്ടെന്ന് കുടിലിൻ്റെ ഒരു ഭാഗം തകർത്ത് പുലി അകത്ത് കടന്നു. പേടിച്ച സ്ത്രീ കത്തി വീശി പുലിയെ ഓടിക്കാൻ ശ്രമിച്ചു. എന്നാൽ പുലി ആ സ്ത്രീക്ക് മേൽ ചാടി വീണു. കത്തി കൊണ്ട് പുലിക്ക് ചെറിയ പരിക്ക് പറ്റി. അത് തിരിച്ചു പോകുന്നതായി ഭാവിച്ച് പിന്തിരിഞ്ഞു. ഇത്തിരി സമാധാനം തോന്നിയ സ്ത്രീ കത്തി താഴ്ത്തി. ആ ഒരു നിമിഷത്തിൽ പുലി സ്ത്രീക്ക് മേൽ ചാടി വീണു. അയാളെയും കടിച്ചെടുത്തുകൊണ്ട് കുടലിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും ആ സ്ത്രീ കത്തി ഉപയോഗിച്ച് പുലിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നു അതിൽ ബലം കണ്ടു. സ്ത്രീയുടെ കാലിലെ കുറച്ച് മാംസം കടിച്ചെടുത്ത് പുലി കാട്ടിലേക്ക് കയറിപ്പോയി. അടുത്ത ദിവസം കന്നുകാലികളെ മേച്ചിരുന്ന ഇടയൻ ഫാമിനകത്ത് കിടന്നുറങ്ങുകയായിരുന്നു. കന്നുകാലികൾ ചെറിയ ശബ്ദമുണ്ടാക്കി. പുലിയുടെ വരവ് അവ മനസ്സിലാക്കിയിരുന്നു. പെട്ടെന്ന് പുലി ആ ഇടയമാലിനെ ചാടി വീണ് കടിച്ചെടുത്ത് കാട്ടിലേക്ക് കൊണ്ടുപോയി. ഒരാൾ ഓടിച്ചെന്ന് ജിമ്മിനോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം പുലി മലയ്ക്ക് മുകളിലുള്ള ബംഗ്ലാവിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊന്നു. ഇത് കേട്ട ജിം ഉടൻ തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തു. ജിമ്മും സഹായികളും കൂടി സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി. നല്ല ചൂടുള്ള ദിവസമായിരുന്നു അത്. 3000 അടിക്ക് മുകളിലുള്ള കുന്നിൻ മുകളിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഈ ചൂടത്ത് മല കയറുന്നതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ ജിമ്മിന് പ്രയാസം തോന്നി. പക്ഷേ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് മല കയറി കുന്നിന് മുകളിലെത്തി. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് കാര്യങ്ങളൊക്കെ ജിമ്മിനോട് പറഞ്ഞു. രാത്രി അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അതിനുശേഷം പാത്രങ്ങളൊക്കെ കഴുകാനായി ആ സ്ത്രീ പുറത്തേക്കിറങ്ങി. കഴുകുന്നതിനിടയിൽ പാത്രങ്ങൾ താഴെ കമിഴ്ന്ന് വീഴുന്ന ശബ്ദം ഭർത്താവ് കേട്ടു. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ അയാൾ പുറത്തേക്കിറങ്ങി. എന്നാൽ അവിടെ അയാളുടെ ഭാര്യയെ കാണാനില്ല. അപകടമണത്ത അയാൾ പുറത്തേക്കിറങ്ങാൻ ഭയപ്പെട്ടു. ശബ്ദങ്ങളൊക്കെ കേട്ട അയാൾ വീട്ടുകാർ ഉടൻ തന്നെ വീടുകൾ അടച്ചു പൂട്ടി സുരക്ഷിതമായി ഉള്ളിലേക്കിരുന്നു. ആ വീടുകൾക്ക് മുന്നിലൂടെ പോലീസ് ആ സ്ത്രീയുടെ ശരീരം കടിച്ചെടുത്ത് കൊണ്ടുപോയിരുന്നു. ഗ്രാമം കഴിഞ്ഞ് മലനിരകളിലേക്ക് കൊണ്ടുപോയ സ്ത്രീയെ അവിടെ വച്ച് പുലി ഭക്ഷിച്ചു. ബാക്കി അവശിഷ്ടങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോയി. രാവിലെ അവിടെ ചെന്ന് സ്ത്രീയുടെ ബാക്കി ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അതിനടുത്തായി ഒരു വലിയ മരം നിൽപ്പുണ്ട്. അന്ന് രാത്രി അതിൽ കയറിയിരിക്കാൻ ജിം തീരുമാനിച്ചു. മരത്തിൽ നിന്നും താഴേക്ക് മലയിടയിലേക്ക് ഒരു പാത നീണ്ടുപോകുന്നുണ്ട്. അതിൽ പുലിയുടെ കാൽപ്പാടുകൾ വ്യക്തമായി കാണാം. അവിടെ ഒരു കെണിയൊരുക്കാൻ ജിം തീരുമാനിച്ചു. ആ വഴിക്ക് മുകളിലായി 2 തടികൾ കുത്തി നിർത്തി. മുകളിലായി ഒരു തടി ചാരിയും വച്ചു. ഇതിനകത്ത് റൈഫിൾ റെഡിയാക്കി. അതിൻ്റെ കാഞ്ചിയിൽ ഒരു ചെറിയ കയർ വച്ച് അത് താഴെ മലയിടുക്കിലെ വഴിയിലൂടെ കുറുകെ കെട്ടി. രാത്രി ഈ വഴി പുലി വരികയാണെങ്കിൽ അതിൻ്റെ കാല് കയറിൽ കൊണ്ട് തോക്കിൽ നിന്നും വെടിതീർക്കാം. ഈ വഴിയല്ല അവൻ വരുന്നതെങ്കിൽ മരത്തിന് മുകളിലിരുന്ന് ജിമ്മിന് കൃത്യമായി വെടിതീർക്കാൻ കഴിയും.
അവിടെ നിന്നും പുലി രക്ഷപ്പെടുകയാണെങ്കിൽ അവൻ ഓടി വരുന്നത് ഈ മലയിടുക്കിലുള്ള വഴിയിലൂടെ ആയിരിക്കും. അതും അവൻ്റെ ജീവന് ഭീഷണിയായി തീരാം. പുലിയുടെ ശരീരത്തിൻ്റെ നിറം അത്ര പെട്ടെന്ന് ഇടത്ത് കാണുന്നതല്ല. അതിനാൽ വ്യക്തമായി കാണാതെ പുലിയെ വെടിതീർക്കാനും കഴിയില്ല. ഒരു അടയാളം എന്ന നിലയ്ക്ക് മൃതശരീരത്തിനടുത്ത് ഒരു വെളുത്ത പാറക്കല്ല് കൊണ്ടുവച്ചു. സാധാരണ പുലികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു അവൻ. കാരണം താൻ ഭക്ഷിച്ച ഇരയുടെ ബാക്കി ഭക്ഷിക്കാൻ അവൻ താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാലും ചിലപ്പോൾ അവൻ വരാൻ സാധ്യതയുണ്ട്. രാത്രിയോടടുത്തപ്പോൾ കൂടെയുണ്ടായിരുന്നവർ ഗ്രാമമുഖ്യൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. രാത്രി താൻ തിരിച്ചു വന്നില്ലെങ്കിൽ നേരം വെളുത്ത ശേഷം അവിടേക്ക് എല്ലാവരും വരാൻ പറഞ്ഞു. ഹിമാലയൻ മലനിരകൾ മഞ്ഞു പുതച്ച് നീലനിറത്തിൽ കിടന്നിരുന്നു. അതിൽ പതുക്കെ ഇരുട്ട് വീണു തുടങ്ങി. എങ്ങും അന്ധകാരം മാത്രം. പെട്ടെന്ന് ഇടിയും മിന്നലും അവിടെ മകെ പതിച്ചു. മഴയുടെ ലക്ഷണമാണത്. ചാറ്റൽ മഴ പതിയെ വന്നു. ജിം മരത്തിന് മുകളിൽ ഇരിപ്പാണ്. പെട്ടെന്ന് താഴെ എന്തോരനക്കം. മരത്തിന് താഴെ കുറച്ച് വൈക്കോൽ കെട്ടിവച്ചിരുന്നു. അതിൽ ആരോ മാന്തുന്ന പോലെ തോന്നി. സൂക്ഷിച്ചു നോക്കിയ ജിം കണ്ടു, ഒരു പുലി മഴയുടെ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനായി വൈക്കോലിനടിയിൽ കിടക്കുന്നു. സമയം നീണ്ടുപോയി. മഴ തോർന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ജിം നോക്കുമ്പോൾ താൻ വച്ച വെള്ള നിറമുള്ള കല്ല് കാണാനില്ല. അവിടെ എന്തോ ഒന്ന് നിൽപ്പുണ്ട്. അത് മൃതശരീരത്തിൻ്റെ ബാക്കി ഭക്ഷിക്കുന്നുണ്ട്. വെടിതീർക്കാനായി ജിം നോക്കുമ്പോൾ ഇപ്പോൾ ആ കറുത്ത രൂപം കാണാനില്ല. തോക്കുന്നം പിടിച്ച് വെള്ള നിറമുള്ള കല്ലിന് നേരെ ചൂണ്ടിയിരുന്നു. പക്ഷേ ഒരു രൂപം ഇപ്പോൾ കാണുന്നില്ല. ജിം തോക്ക് പതിയെ താഴെ വെച്ചു. പെട്ടെന്ന് ആ വെള്ള നിറമുള്ള കല്ല് വീണ്ടും അപ്രത്യക്ഷമായി. ഏതോ ഒരു രൂപം വീണ്ടും അവിടെ നിൽക്കുന്നു. ഉടൻ തന്നെ ജിം വെടിതീർത്തു. ഒരു അലർച്ച മാത്രം കേട്ടു. പിന്നീട് പുലി തിരിച്ചു വന്നതേയില്ല. രാവിലെ അവിടമാകെ പരിശോധന നടത്തിയപ്പോൾ പുലിക്ക് വെടി കൊണ്ടിരുന്നില്ല എന്ന് വ്യക്തമായി. മരിച്ച സ്ത്രീയുടെ ബാക്കിയായ കുറച്ച് ശരീരഭാഗം ശവദഹനത്തിനായി ഭർത്താവ് കൊണ്ടുപോയി. ജിമ്മിന് കുറ്റബോധം തോന്നി. ഇത്രയും അടുത്ത് പുലി വന്നിട്ടും അതിനു നേർക്ക് വെടിതീർക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത്. ഈ പ്രദേശങ്ങളിൽ 50ഓളം പുള്ളിപ്പുലികൾ ഉണ്ടെന്നാണ് കണക്ക്. ഭൂരിഭാഗവും നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ട ഇവിടെ ഒരു പുലിയെ തിരഞ്ഞ് കണ്ടെത്തി കൊല്ലുക എന്നത് വളരെ ദുഷ്കരമായ കാര്യം തന്നെയാണ്. ജിമ്മിൻ്റെ സുഹൃത്തായ എബോട്സനും ഭാര്യയും ഗ്രാമത്തിലെത്തി. ബംഗ്ലാവിൽ സൗകര്യങ്ങൾ വളരെ കുറവായതിനാൽ അവർക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ജിം തൻ്റെ മുറി അവർക്ക് നൽകി. അതിനുശേഷം തീർത്ഥാടക പാതയിലെ മലമുകളിൽ ഒരു നല്ലൊരു ടെൻറ്റ് കെട്ടി. വളരെ അപകടകാരിയായ പുള്ളിപ്പുലി വിഹരിക്കുന്ന പ്രദേശമാണ് ഇവിടം. അവിടുത്തെ ഗ്രാമീണരുടെ വീടുകൾ തകർത്ത് താഴേക്കിറങ്ങി അവരെ പിടിച്ചു കൊണ്ടുപോകുന്ന പുലിയാണത്. അവിടെയാണ് ജിം സുരക്ഷിതമല്ലാത്ത ഒരു ടെൻറ്റ് കെട്ടി നിർത്തിയത്. സുരക്ഷിതത്തിനായി ടെൻറ്റിന് ചുറ്റും മുള്ളുവേലി കെട്ടി നിർത്തി. ജിമ്മിൻ്റെ ക്യാമ്പിൽ ആകെ 8 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും തന്നെ നല്ല ഭയത്തിലുമായിരുന്നു. ടെൻറ്റിന് ചുറ്റും മുൾവേലി ഉള്ളത് മാത്രമായിരുന്നു ഏക ആശ്വാസം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ടെൻറ്റിനടുത്ത് ഒരു മരം നിൽപ്പുണ്ട്. ആ മരത്തിലൂടെ പുള്ളിപ്പുലിക്ക് മുള്ളുവേലി കടന്ന് അകത്തെത്താൻ കഴിയും. രാത്രിയായതിനാൽ ആ മരം അടുത്ത ദിവസം മുറിക്കാമെന്ന് തീരുമാനിച്ചു. അന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയം വീണ്ടും ആ മരത്തിൻ്റെ ഓർമ്മ വന്നു. അത് മുറിക്കാൻ മറന്ന കാര്യമോർത്ത് ജിം പരിഭ്രാന്തനായി. വിശന്നു പറഞ്ഞ ക്രൂരനായ നരഭോജി ക്യാമ്പിലെത്തിയ തുറന്ന ടെൻറ്റിൽ കിടക്കുന്ന ആരെങ്കിലും അവൻ പിടിക്കും. അത് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. നേരം പാതിരാത്രിയായി. മനുഷ്യൻ്റെ മണം പിടിച്ച് പുലി ക്യാമ്പിനടുത്തെത്തി. മുൾവേലി കണ്ട് അവൻ ഒന്ന് പതറി. പക്ഷേ അതിനകത്തെ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ അവൻ മരത്തിലേക്ക് ചാടിക്കയറി. താഴെ കിടക്കുന്ന ആളുകളില്ല അവൻ സൂക്ഷിച്ചു നോക്കി. ഏത് നിമിഷം വേണമെങ്കിലും അവരുടെ മേൽ പുലി ചാടി വീണേക്കാം. ചെറിയൊരു ശബ്ദം കേട്ട് ക്യാമ്പിലെ പാചകക്കാരൻ കണ്ണു തുറന്നു. അയാൾ നോക്കുമ്പോൾ മുന്നിലായി 2 കണ്ണുകൾ അവരെ തുറച്ചു നോക്കുന്നു. സൂക്ഷിച്ചു നോക്കിയയാൾക്ക് കാര്യം മനസ്സിലായി. അത് നരഭോജി പുലി തന്നെയാണെന്ന്. സ്തബ്ധനായി പോയ ആൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. മരണമാണ് മുന്നിലെന്ന് അയാൾക്ക് മനസ്സിലായി. അതേസമയം ശബ്ദം കേട്ട് ജിം പതുക്കെ എഴുന്നേറ്റു. തൻ്റെ തോക്കും കയ്യിലെടുത്ത് അയാൾ ശ്രദ്ധയോടെ വീക്ഷിച്ചു. പേടിച്ചു വിറച്ച പാചകക്കാരൻ ഉറക്കെ നിലവിളിച്ചു. ശബ്ദം കേട്ട ജിം ഓടി ടെൻറ്റിന് പുറത്തേക്ക് വന്നു. റൈഫിൾ റെഡിയാക്കി പുലിക്ക് നേരെ പിടിച്ചെങ്കിലും പുലി അവിടെ നിന്നും ചാടി രക്ഷപ്പെട്ടിരുന്നു. ജിം പുറത്തേക്കിറങ്ങി താഴ്വശത്തേക്ക് നോക്കി. അവിടെയൊന്നും കാണാനില്ല. ദൂരെയായി ഒരു കുറുക്കൻ്റെ ഊരുടെ ശബ്ദം കേൾക്കാം. അതിൽ നിന്നും പുലി ആ വഴി രക്ഷപ്പെട്ടിരിക്കാം എന്ന് മനസ്സിലായി. അടുത്ത ദിവസം തന്നെ ആ മരം മുറിച്ചു നീക്കി. മുള്ളുവേലി കുറച്ചുകൂടി ബലത്തിൽ കെട്ടിവെച്ചു. പിന്നീട് അവിടെ പുലി വന്നിട്ടില്ല. ഗ്രാമത്തിൽ ഒരു പശുവിനെ പുലി കൊന്നതായി വാർത്ത വന്നു. രാത്രി വീടിനകത്ത് കിടന്ന പുലി പശുവിനെ കൊന്നു. പിന്നീട് വലിച്ചിഴച്ച് പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ പുലി അതിനെ അവിടെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു. ജിം ആ വീടിനകത്ത് രാത്രി കാവലിരിക്കാൻ തീരുമാനിച്ചു. പശുവിനെ തിന്നാൻ ഉറപ്പായും പുലി വരും. വൈകുന്നേരത്തോടെ ജിം ആ വീടിനകത്ത് കയറി.
പുലിക്കായി കാത്തിരുന്നു. അവിടെ വച്ച് കൊണ്ടുവന്ന ഭക്ഷണം ജിമ്മും സഹായികളും കഴിച്ചു. പിന്നീട് ഓരോരുത്തരായി പുലി വന്ന വഴിയിലേക്ക് പുലിക്കായി കാത്തിരുന്നു. എന്നാൽ അന്ന് രാത്രി പുലി അവിടേക്ക് വന്നില്ല. തൊട്ടടുത്ത ദിവസം തന്നെ ഗ്രാമത്തിനടുത്തായി മറ്റൊരു പശുവിനെ പുലി കൊന്നതായി വാർത്ത കിട്ടി. രാത്രി ഒരു ഏറുമാടം കെട്ടി അതിലിടുന്നു. ആരാണോ ആദ്യം പുലിയെ കാണുന്നത് അവർ അതിൽ നിന്ന് വെടിവെക്കണം. അതാണ് അവരുടെ പദ്ധതി. നല്ല ചന്ദ്രപ്രഭയുള്ളതിനാൽ മലയടിവാരവും താഴ്വാരവുമൊക്കെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. രാത്രി കട്ടി കൂടി വന്നു. ദൂരെ മലയിടുക്കിൽ നിന്നും മാനിൻ്റെ മുന്നൽ ശബ്ദം കിട്ടി. പുലി വരുന്നതിൻ്റെ ലക്ഷണമായിരിക്കാം. പതിയെ അത് അവർക്കടുത്തേക്ക് വന്നു. ഏറുമാടത്തിന് താഴെ എത്തിയ പുലി ഒരു നിമിഷം നിന്നു. ഏറുമാടത്തിലിരുന്ന ഒരാൾ കാൽ നിവർത്തിയപ്പോൾ ചെറിയ ശബ്ദം കേട്ടു. ഇത് കേട്ട പുലി ഉടൻ തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം പുലിയെ രക്ഷപ്പെടാൻ അനുവദിച്ചിരിക്കുന്നു. ഗ്രാമത്തിനടുത്തായി വീണ്ടും ഒരു പശുവിനെ പുലി പിടിച്ചു. ഇത്തവണ അവ ഗവൺമെൻറ് സഹായം കിട്ടി. ഒരു ട്രാപ്പാണത്. നല്ല ബലമുള്ള കമ്പികൾ കൊണ്ട് നിർമ്മിച്ച കെണി. അതിൽ എന്തെങ്കിലും അകപ്പെട്ടാൽ പിന്നീട് പുറത്തു വരണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണ്ടി വരും. അതിനാൽ ഈ കെണിയിൽ നരഭോജി അകപ്പെടും എന്ന് ഉറപ്പായി. പുലി സാധാരണയായി നടക്കാറുള്ള വഴികളിൽ കെണി വയ്ക്കാൻ തീരുമാനിച്ചു. അവസാനം പശുവിനെ പിടിച്ച സ്ഥലത്തിന് സമീപത്തായി കെണി സ്ഥാപിച്ചു. കാണാതിരിക്കാനായി പുല്ലും മറ്റും കൊണ്ട് മറച്ചു വച്ചു. പിന്നീട് ദൂരെയായി കാത്തിരുന്നു. രാത്രിയായപ്പോൾ അലർച്ചയും ബഹളവുമൊക്കെ കേട്ട് എല്ലാവരും പുറത്തേക്കെത്തി. കെണിയിൽ പുലി അകപ്പെട്ടുകൊണ്ടെന്ന് എല്ലാവർക്കും ഉറപ്പായി. എല്ലാവരും കരുതിയ പോലെ തന്നെ പുലി കെണിയിൽ പെട്ടിരിക്കുന്നു. കെണി അവൻ്റെ കാൽ കുരുങ്ങി കിടക്കുകയാണ്. രക്ഷപ്പെടാൻ അവൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും നല്ല ബലവത്തായ കെണിയായതിനാൽ അതിന് കഴിയുന്നില്ല. ജിം ഉന്നം നോക്കി പുലിക്ക് നേരെ വെടിയെടുത്തു. എന്നാൽ ആക്രോശത്തോടെ ചാടി മറിയുന്ന പുലിക്ക് കൊള്ളാതെ അത് ചങ്ങലയിൽ വെടികൊണ്ടു. ചങ്ങല പൊട്ടിപ്പോയി. സ്വതന്ത്രനായ പുലി ചങ്ങല പൊട്ടിയ കെണിയുമായി ഓടി രക്ഷപ്പെട്ടു. 2-3 തവണ പുലിക്ക് നേരെ വെടിയുർത്തെങ്കിലും അതൊന്നും അവൻ്റെ ശരീരത്തിൽ കൊണ്ടിരുന്നില്ല. പുലിയുടെ അലർച്ചയും വെടിയൊച്ചകളും കേട്ട ഗ്രാമീണർ ഓടി അവിടെ എത്തി. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാവരും പരിഭ്രാന്തരായി. ജിമ്മും ഇമ്പോർട്സനും പുലി പോയ വഴിയെ ഓടി. കാടിനകത്തേക്ക് കിടന്ന് അവർ നോക്കുമ്പോൾ മുന്നിലായി ഒരു പാറക്കൂട്ടം. അതിൽ പതിയെ അള്ളിപ്പിടിച്ച് കയറി. ചെറിയ മുരൾച്ച കേട്ട് അവർ സൂക്ഷിച്ച് അവിടെ മകി നോക്കി. ഇമ്പോർട്സൺ നോക്കുമ്പോൾ പാറയ്ക്കടുത്തു നിന്നുമാണ് മുരൾച്ച കേൾക്കുന്നത്. എന്നാൽ പുലിയെ കാണുന്നില്ല. തൊട്ടുമുല്ലായി ചെറിയ കുഴിയുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ നിന്നുമാണ് ശബ്ദം കേൾക്കുന്നത്. അവിടേക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചു. അവിടെ കണ്ടത് അവരെ തന്നെ നോക്കിക്കൊണ്ട് ക്രൂരമായി മുരണ്ടുകൊണ്ടിരുന്ന പുലിയാണ്. ജിം ഉടൻ അതിൻ്റെ തലയ്ക്ക് നേടി വെടിയുർത്തു. ബുള്ളറ്റ് തലയോട്ടിൽ കൂടി കടന്നുപോയി. ശബ്ദം കേട്ട് ഗ്രാമീണ സന്തോഷത്തോടെ നൃത്തം ചെയ്തു. രുദ്രപ്രയാഗിലെ നരഭോജി കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പരന്നു. എന്നാൽ ജിമ്മിന് സംശയമുണ്ട്, അത് യഥാർത്ഥ നരഭോജി പുലി തന്നെയാണോ എന്ന്. സ്ത്രീയുടെ മൃതശരീരത്തിന് സമീപം കാവലിടുന്നപ്പോൾ കണ്ട പുലിയല്ല ഇതെന്ന് ജിമ്മിന് തോന്നി. ആളുകൾ പുലിയെ കമ്പിൽ കെട്ടി ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. വലിയൊരു ഘോഷയാത്ര പോലെ എല്ലാവരും ആഘോഷിച്ചു. എന്നാൽ ജിമ്മിന് മാത്രം അത് നരഭോജി പുലി അല്ല എന്ന സംശയം തോന്നി. അന്ന് രാത്രി ഇക്കാര്യം ഇമ്പോർട്സനോട് പറഞ്ഞു. എന്നാൽ അത് നരഭോജി തന്നെയായിരിക്കുമെന്ന് ഇമ്പോർട്സൺ ഉറപ്പിച്ചു. പിറ്റേന്ന് അടുത്ത ഗ്രാമങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ പുലിയെ കാണാനായി വന്നു. അവരൊക്കെ ഇത് നരഭോജി പുലി തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ ജിമ്മിൻ്റെ സംശയം കേട്ടതോടെ ഇമ്പോർട്സൺ നാട്ടുകാരോട് പറഞ്ഞു, നരഭോജി ചത്തുവെന്നോർത്ത് നിങ്ങൾ ജാഗ്രത കൈവെടിയരുത്, സൂക്ഷിക്കണം. പിറ്റേന്ന് രാവിലെ കുറച്ച് പേർ ക്യാമ്പിലെത്തി. ജിം അവരോട് കാര്യം ചോദിച്ചു. കുറച്ചു മാറി നദിയുടെ വശത്ത് വെച്ച് ഒരു സ്ത്രീയെ നരഭോജി കൊന്നിരിക്കുന്നു. ഇത് കേട്ട ജിം സ്തബ്ധനായി. അദ്ദേഹത്തിൻ്റെ ഊഹം തെറ്റിയിരുന്നില്ല. നരഭോജി പുലി ചത്തിട്ടില്ല. സംഭവം നടന്ന സ്ഥലത്തേക്ക് ജിം പോയി. 18 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഇത്തവണ പുലിയുടെ ഇരയായത്. ആ സ്ത്രീയും ഭർത്താവിൻ്റെ അച്ഛനും കുഞ്ഞുമാണ് വീട്ടിലുണ്ടായിരുന്നത്. സ്ത്രീ വീടിന് പുറത്തേക്കിറങ്ങി. പുറത്തു കാത്തിരുന്ന പുലി പതുക്കെ സ്ത്രീക്ക് പിറകെ വന്ന് അവളെ ആക്രമിച്ചു. പിന്നീട് സ്ത്രീയെ കാടിനകത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി. പുറത്തുപോയി കുറേ സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്തതിനാൽ വൃദ്ധൻ പുറത്തേക്കിറങ്ങി. അവിടെ സ്ത്രീയെ കാണാത്തതിനാൽ അയാൾ അകത്ത് കയറി കതകടച്ചു. പുലി പിടിച്ചു കാണുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. നരഭോജിയുടെ അടുത്ത ആക്രമണം നടന്നത് 4 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിക്ക് നേരെയായിരുന്നു. വീടിന് മുറ്റത്തു നിന്നും കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഗ്രാമീണരും കുറച്ച് ശിക്കാരികളും കുട്ടിയെ തിരക്കി പോയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പല ഗ്രാമങ്ങളും വിജനമായി തുടങ്ങി. അടുത്ത ഗ്രാമങ്ങളിലവർ പേടിയോടെയാണ് ഓരോ നിമിഷം കഴിച്ചു കൂട്ടിയത്. അവരുടെ ഗ്രാമങ്ങളിലേക്കും എപ്പോൾ വേണമെങ്കിലും നരനായട്ടനായി അവൻ വന്നേക്കാം. കതകുകളും ജനലുകളും കട്ടികൂടിയ തടികൾ കൊണ്ട് മറച്ച് രാത്രി മുഴുവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി പേടിച്ചെല്ലാനും കഴിഞ്ഞു. ധൈര്യമുള്ള ചില യുവാക്കൾ മൃതശരീരത്തിനരികെ പുലിക്കായി കാത്തിരുന്നെങ്കിലും പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ കല്ലുകളും കമ്പുകളും കൊണ്ട് അതിനെ ഓടിക്കാൻ ശ്രമിച്ചു. അവരിൽ ഒരാളെ പുലി കൊണ്ടുപോയിരിക്കും. പേടിയില്ലാത്ത ഗ്രാമീണരുടെ ഇടയിലേക്ക് അവൻ വന്നു. ഇത്രയും ആക്രമണങ്ങൾ നടത്തിയതിനാൽ മനുഷ്യൻ വെറും നിസ്സാരനാണെന്ന് പുലിക്ക് മനസ്സിലായിരുന്നു.
മനുഷ്യരുടെ ഇടയിലേക്ക് അവൻ വന്നാൽ ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരെങ്കിലും അവൻ കൊന്നിരിക്കും. കൂടാതെ കുറേ ആളുകൾക്ക് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ കൂട്ടമായി പോലും പുറത്തേക്കിറങ്ങാൻ ആളുകൾക്ക് പേടിയായിരുന്നു. പിന്നീട് ആളുകൾ പുലിയെ തിരക്കി പോയിരുന്നില്ല. അവരുടെ ജീവന് ഭീഷണിയാണെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കാം. സ്ത്രീകളെയും കുട്ടികളെയും മാത്രമല്ല, യുവാക്കളെയും മുതിർന്നവരുമൊക്കെ അവൻ ഒരുപോലെ ആക്രമിച്ചിരുന്നു. വളരെ പെട്ടെന്നായിരിക്കും അവൻ്റെ ആക്രമണം. പെട്ടെന്ന് തന്നെ കാണാതാവുകയും ചെയ്യും. ഒരു ദിവസം വൈകുന്നേരം 6 മണിക്ക് ഗ്രാമത്തിൽ നിന്ന് മാറി 4 മൈൽ ദൂരത്ത് വെച്ച് പുലി ഒരു സ്ത്രീയെ ആക്രമിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ ഉച്ചയ്ക്ക് ഏതാണ്ട് അതേ സ്ഥലത്ത് വെച്ച് മറ്റൊരു കുട്ടിയും ആക്രമിച്ചു. വൈകുന്നേരം ജിം നോക്കുമ്പോൾ 2 പേർ മലയിറങ്ങി പെട്ടെന്ന് വരുന്നത് കണ്ടു. അവർ ജിമ്മിനോട് കാര്യം പറഞ്ഞു. ദൂരെ പുലി വരുന്നത് അവർ കണ്ടുവന്ന്. ഉടൻ തന്നെ ജിം അവിടെ ഒരു ആടിനെ കെട്ടിയിട്ട് അടുത്ത് കാവലിരിക്കാൻ തീരുമാനിച്ചു. അതിനാൽ ആടിനെ കൊണ്ടുവരാൻ അവർ പോയി. കയറിയിരിക്കാൻ പറ്റിയ മരം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ ഒരു പൈൻ മരം മാത്രമാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. അടുത്തൊന്നും മറ്റൊരു മരവുമില്ല. അതിനാൽ തന്നെ പൈൻ മരം തിരഞ്ഞെടുത്തു. നേരത്തെ കണ്ട 2 പേർ ഒരു ആടിനെയും പിടിച്ചു കൊണ്ടുവരുന്നത് കാണാം. പൈൻ മരത്തിനടുത്ത് ആടിനെ കെട്ടിയിടാം. ഇത് കേട്ടപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പൈൻ മരം സുരക്ഷിതമല്ല. നരഭോജ പുലിക്ക് അത് വളരെ എളുപ്പത്തിൽ കയറാൻ കഴിയുന്നതാണ്. താങ്കൾക്ക് ജീവനിൽ കൊതിയില്ലേ? പക്ഷേ വേറെ വഴിയില്ലാത്തതിനാൽ ജിം അതിൽ വലിഞ്ഞു കയറി. കുറേ ദൂരം ശാഖകളൊന്നും ഇല്ലാതെയാണ് മരം നിൽക്കുന്നത്. മുകളിൽ കുറച്ച് ശാഖകളുണ്ട്. അവിടെ സുരക്ഷിതമായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവരോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ ആട് കരയും. അത് ജിമ്മിന് നല്ലൊരു അവസരവും നൽകും. രാത്രി കനത്തു. ആട് ഒരു ചെറിയ കുഴിയുണ്ടാക്കി അതിൽ കിടന്നു. ആട് ഉറങ്ങുകയാണെങ്കിൽ പുലിയുടെ വരവ് അത് അറിയില്ല. ആട് ശബ്ദമുണ്ടാക്കിയാൽ മാത്രമേ പുലിയുടെ സാന്നിധ്യം ജിമ്മിന് മനസ്സിലാവുകയുള്ളൂ. ഇനി ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുന്നത് സുരക്ഷിതമല്ല. കുറച്ചു സമയം കഴിഞ്ഞ് പുലിയുടെ വരവൊന്നും കാണാത്തതിനാൽ ജിം പുലിയുടെ ശബ്ദത്തിൽ ഉറക്കെ നിലവിളിച്ചു. ജിമ്മിന് കുറച്ചു മാറി ദൂരെ നിന്നും ഒരു മറുപടി വിളി വന്നു. പാറകൾ നിറഞ്ഞ ഭൂപ്രദേശമായിരുന്നു അവിടമാകെ. അതിന് പിറകിലായി പുലിയുടെ സാന്നിധ്യമുണ്ട്. മറുപടി വിളി കിട്ടിയതിനാൽ ജിം സന്തോഷിച്ചു. താനിരിക്കുന്ന മരത്തിൽ നിന്നും ദൂരെ അല്ലാതെ പുലി നിൽപ്പുണ്ട്. പുലിയുടെ ശബ്ദത്തിൽ നിന്നും അതിൻ്റെ ദൂരം മനസ്സിലാക്കി. പുലി വീണ്ടും അലറി. അതിന് മറുപടി എന്നോണം ജിമ്മും ശബ്ദമുണ്ടാക്കി. പുലിയുടെ മറുപടി വന്നു. 100 വാര അകലെ നിന്നുമായിരുന്നു അപ്പോൾ കേട്ടത്. ജിമ്മിരിക്കുന്ന മരത്തിൻ്റെ താഴെ നിന്നും ഒരു പാത 50 വാര നേർരേഖയിൽ കിടക്കുന്നുണ്ട്. അതിൽ പുലി വരുന്നത് കാത്ത് ജിം സൂക്ഷിച്ചിരുന്നു. ആ പുലിയുടെ വിളി വീണ്ടും കേൾക്കാം. പക്ഷേ പെട്ടെന്ന് മലയുടെ മറ്റൊരതിൽ നിന്നും വേറൊരു പുലിയുടെ അലർച്ച കൂടി കേട്ടു. ഇത് അപകടമാണ്. പുതിയൊരു പുലി കൂടി ഈ രംഗത്തിൽ കടന്നു വന്നിരിക്കുന്നു. ആശയക്കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജിമ്മിന് ശബ്ദം കേട്ട് വരുന്ന നരഭോജി മരത്തിന് താഴെ കെട്ടിയിട്ടിരിക്കുന്ന ആടിനെ ആക്രമിക്കുമെന്നും അപ്പോൾ തനിക്ക് അതിനു നേരെ വെടിതീർക്കാൻ കഴിയുമെന്നുമാണ് ജിം കരുതിയത്. പക്ഷേ എല്ലാം നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു പുലി കൂടി വന്നിരിക്കുന്നു. പെട്ടെന്ന് നരഭോജി പുലിയുടെ ശബ്ദം 200 വാര ദൂരത്തു നിന്ന് കേട്ടു. ഇപ്പോൾ ജിം ഇരിക്കുന്ന ഭാഗത്തു നിന്നും പുലി ദൂരേക്ക് പോവുകയാണ്. മറ്റേ പുലിയുടെ ശബ്ദവും കേൾക്കാം. പിന്നീട് 2 പുലികളുടെ അലർച്ച ഒരുമിച്ചായിരുന്നു. അവ ഇണചേർന്നിരിക്കാം. പിന്നീട് പുലിയെ കണ്ടില്ല. ഒരു ദിവസം വൈകുന്നേരം മലമുകളിൽ നിന്നും ഒരാളെ പുലി പിടിച്ചതായി വാർത്ത കിട്ടി. ഗവ്യ എന്നൊരാൾ കാടുകൾ വെട്ടിത്തെളിച്ച് അവിടെ വീട് വെച്ച് താമസിച്ചിരുന്നു. അയാളുടെ അമ്മയും ഭാര്യയും മകളുമാണ് അവിടെ താമസിച്ചിരുന്നത്. രാവിലെ സ്ത്രീകൾ കരയുന്ന ശബ്ദം കേട്ടാണ് ആളുകൾ അങ്ങോട്ട് ചെന്നത്. ഗൃഹനാഥനെ കുറച്ചു സമയം മുമ്പ് പുലി കൊണ്ടുപോയതായി അവർ പറഞ്ഞു. അയാളുടെ കഴുത്തിൽ കടിച്ചു വലിച്ച പുലി കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി ഭക്ഷിച്ചു. മൃതശരീരത്തിനടുത്ത് ഇരിക്കാനായി മരമൊന്നും കണ്ടിരുന്നില്ല. അതിനാൽ കുറച്ച് വിഷഗുളികൾ വാങ്ങി ശരീരത്തിനകത്ത് വെച്ച് ജിം പോയി. പിറ്റേ ദിവസം പരിശോധിച്ചപ്പോൾ വിഷം വച്ച സ്ഥലം ഒഴിവാക്കി ബാക്കിയൊക്കെ പുലി ഭക്ഷിച്ചതായി മനസ്സിലായി. അടുത്തൊരു മരവുമില്ലാത്തതിനാൽ കുറച്ച് താഴത്തെ ഒരു മരത്തിൽ ജിമ്മിരുന്നു. നേരം ഇരുട്ടി തുടങ്ങി. ഒരു മാനിൻ്റെ മുന്നൽ ശബ്ദം കേട്ടു. മൃതശരീരത്തിനടുത്ത് സൂക്ഷിച്ചു നോക്കി. വ്യക്തമായി ഒന്നും കാണാൻ കഴിയുന്നില്ല. കുറേ സമയം കഴിഞ്ഞ് വീണ്ടും മാനിൻ്റെ ശബ്ദം കേട്ടു. അതോടെ പുലി മൃതശരീരം ബാക്കി ഭക്ഷിച്ചു കാണുമെന്ന് ജിമ്മിന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ വിഷം അതിൻ്റെ വയറിലെത്തിക്കാണും. കുറച്ചു കഴിഞ്ഞപ്പോൾ വഴിയിലൂടെ പുലി വരുന്നത് കണ്ടു. തോക്കുന്നം പിടിച്ച് ജിമ്മ് അതിനടുത്തേക്ക് വന്നു. പക്ഷേ പുലി അടുത്ത് കണ്ട കുഴിയിലേക്ക് ഇറങ്ങി താഴോട്ട് പോയി. താഴത്തെ പാതയിൽ പുലി എത്തിയതിനാൽ വെടിതീർക്കാനായി ജിം കാത്തിരുന്നു. പുലി പതുക്കെ താഴത്തെ നദിയിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു. പുലിക്ക് വിഷം ഏറ്റിട്ടുണ്ടെന്ന് ജിമ്മിന് മനസ്സിലായി. പുലി ധാരാളം വെള്ളം കുടിച്ചു. പിന്നീട് കുറേ സമയത്തേക്ക് പുലിയുടെ ശബ്ദമൊന്നും കേട്ടില്ല. അതിനാൽ തന്നെ വിഷമേറ്റ് പുലി നദിക്കരയിൽ ചത്തു കാണുമെന്ന് ജിം കരുതി. സമാധാനത്തോടെ ഇരുന്നെങ്കിലും മലയുടെ അരികിലുള്ള വനപാതയിലൂടെ മാനിൻ്റെ മുന്നിൽ ശബ്ദം കേട്ടു. നോക്കുമ്പോൾ പുലി പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിന് കിട്ടി. ജിം പിന്നീട് പുലിയെ തിരക്കി നടന്നെങ്കിലും കണ്ടെത്താൻ കഴിയാതെ നൈനിറ്റാളിലേക്ക് തിരിച്ചു പോയി. പിന്നീട് 3.5 മാസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചെത്തി.
കഴിഞ്ഞ ദിവസം പുലി അടുത്ത ഗ്രാമമായ ഗോലപൂരിൽ ഒരു സ്ത്രീയെ ആക്രമിച്ചതായി വാർത്ത കിട്ടി. അതിൽ നിന്നും ജിമ്മിന് മനസ്സിലാക്കി പുലി അവിടെ നിന്നും മാറിപ്പോയിരിക്കുന്നുവെന്ന്. ഗോലപൂരിലെത്തിയ ജിം സ്ഥിതിഗതികൾ അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഗോലപൂരിൽ നിന്നും രുദ്രപ്രയാഗിലേക്ക് പോകുന്ന വഴിയിൽ പുലിയെ കാണുന്നതായി പലരും പറഞ്ഞു കേട്ടു. അവിടെ റോഡരികിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കാനുള്ള ഒരു മരത്തിൽ ജിം പുലിക്കായി കാത്തിരുന്നു. മരത്തിനടുത്തായി ഒരു ആട് ഫാമുണ്ട്. അത് നല്ല ബലമുള്ള തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ സുരക്ഷിതമാണ്. മരത്തിനടുത്തായി ഒരു ആടിനെ കെട്ടിയിട്ടു. മരത്തിനു ചുറ്റുമായി നല്ല ബലമുള്ള മുള്ളുകൾ കൊണ്ട് കെട്ടിവെച്ചു. കാരണം കടുവയെക്കാളും വേഗത്തിലും ഉയരത്തിലും പുലി മരം കയറുന്നതിനാലാണത്. 10 ദിവസത്തോളം കാത്തിരുന്നെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. 11ാം ദിവസം ജിം മരത്തിലെടുപ്പാണ്. ചുറ്റും അന്ധകാരം നിറഞ്ഞു നിൽക്കുന്നു. കാഴ്ച വ്യക്തമായി കാണുന്നില്ല. അദ്ദേഹം നോക്കുമ്പോൾ ഒരു തീർത്ഥാടകൻ വിളക്കം കൊണ്ട് ദൂരേക്ക് പോകുന്നത് കണ്ടു. പെട്ടെന്നൊരു നായ കുരയ്ക്കുന്ന ശബ്ദവും കേട്ടു. കൂടാതെ കെട്ടിട്ടിരുന്ന ആട് അസ്വസ്ഥമായി കറങ്ങുന്നു. പുലിയെ എത്തിയതായി ജിമ്മിന് മനസ്സിലായി. പുറത്തിറങ്ങിയ തീർത്ഥാടകനെ പുലി കണ്ടു കാണും. പുലി എങ്ങോട്ടേക്ക് പോകുമെന്ന് പറയാൻ കഴിയില്ല. തീർത്ഥാടകരുടെ അടുത്തേക്ക് പുലി പോവുകയാണെങ്കിൽ നരഭോജിയെ കണ്ട് പേടിച്ച തീർത്ഥാടകർ ബഹളം വെച്ച് ഓടുന്നതിനിടയിൽ അതിനു നേരെ വെടിതീർക്കാൻ പ്രയാസമായിരിക്കും. ആടിനടുത്തേക്കാണ് പുലി വരുന്നതെങ്കിൽ പുലിക്ക് നേരെ വെടിതീർക്കാൻ കുറച്ചുകൂടി എളുപ്പം. ഇരുട്ട് കട്ടപിടിച്ചതിനാൽ കണ്ണും ചെവിയും കൂർപ്പിച്ച് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ജിം സൂക്ഷിച്ചു നോക്കി. കുറച്ചു സമയത്തിന് ശേഷം ജിം ഒരു ശബ്ദം കേട്ടു. അത് താനിരിക്കുന്ന മരത്തിന് താഴെയാണത്. ആടിനെയോ തീർത്ഥാടകരുടെ അല്ല പുലി നോക്കുന്നത്, തൻ്റെ നേർക്കാണത് ആക്രമിക്കാൻ വരുന്നതിന് ജിമ്മിന് മനസ്സിലായി. മരത്തിന് ചുറ്റും മുള്ളു വെച്ച് കെട്ടിയതിനാൽ പുലിക്ക് മരത്തിലേക്ക് കയറാൻ കഴിയുന്നില്ല. അതിനാൽ പുലി അടുത്ത് നിന്ന് ആടിന് നേരെ തിരിഞ്ഞു. നല്ലൊരു അവസരം തനിക്ക് കിട്ടിയതായി മനസ്സിലാക്കിയ ജിം ഇരുട്ടിരുന്ന് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നിറയൊഴിച്ചു. വലിയൊരു അലർച്ചയോടെ പുലി പിടഞ്ഞു. ആക്രോശത്തോടെ അത് കുറ്റിക്കാടുകൾ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പുലിക്ക് വെടിയേറ്റോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. പക്ഷേ പുലിയുടെ ഗർജനത്തിൽ നിന്നും വെടിയേറ്റതായി മനസ്സിലായി. രാവിലെ ജിം പുലി പോയ വഴിയിലൂടെ അതിനെ തിരക്കി നടന്നു. വഴിയിലുടനീളം ചോരപ്പാടുകൾ കാണാം. പുലിക്ക് വെടിയേറ്റതാണെന്ന് ഉറപ്പാണ്. കുറച്ച് മുൻപിലേക്ക് വളരെ സൂക്ഷിച്ച് ജിം നടന്നു. കാരണം വെടിയേറ്റ പുലി കൂടുതൽ അപകടകരമായി മാറിയിരിക്കാം. കുറച്ചുകൂടി മുന്നിലേക്ക് പോയ ജിം നോക്കുമ്പോൾ മുന്നിലായി ചെറിയ പാറക്കുട്ടങ്ങൾ കാണാം. അതിൽ കുറച്ച് രക്തത്തുള്ളികളും. സൂക്ഷിച്ച് നോക്കിയ ജിം കണ്ടു ഒരു പുലി അതിൽ കിടപ്പുണ്ട്. കുറച്ചുകൂടി അടുത്തേക്ക് ജിം പോയി. പുലി ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ കുറച്ച് സൂക്ഷിച്ചാണ് മുന്നോട്ടേക്ക് പോകുന്നത്. പുലിക്ക് ഒരു തരത്തിലുള്ള അനക്കവുമില്ലെന്ന് ജിമ്മിന് മനസ്സിലായി. രാത്രി താൻ വെച്ച വെടി രുദ്രപ്രയാഗിനെ വിറപ്പിച്ച നരഭോജി പുലിയുടെ ജീവനെടുത്തെന്ന് ജിമ്മിന് മനസ്സിലായി.